ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് MEP മേഖലയിൽ വിവിധ ജോബിന്റെ അഡ്വർടൈസ്മെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഉള്ള ഓപ്പർച്യൂണിറ്റീസും അതുപോലെ കഴിഞ്ഞു പോയ ഓപ്പർച്യൂണിറ്റീസും. അപ്പൊ ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ട് MEP ഫീൽഡ് സെലക്ട് ചെയ്യുന്നവർക്ക് ഏതൊക്കെ മേഖലകളിലേക്ക് ജോബിന് പോകാൻ പറ്റും. എസ്പെഷ്യലി നമ്മൾ എബ്രോഡ് റിക്രൂട്ട്മെന്റ്, അതായത് ഗൾഫ് റീജിയനിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ്, ജോബ് പൊസിഷൻസ് ഏതൊക്കെയാണ്, ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലയന്റ് ഇന്റർവ്യൂ, യൂറോപ്പിലേക്കുള്ള ക്ലയന്റ് ഇന്റർവ്യൂ ആണ് കൊച്ചിയിൽ വെച്ചിട്ട്. നമുക്ക് ഡിസംബർ 6th-നും 7th-നും കൊച്ചിയിൽ വെച്ചിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ലൈസൻസ് ഉള്ള റിക്രൂട്ടേഴ്സ് ആണ് വരുന്നത്. ഇതിന്റെ അകത്ത് മെക്കാനിക്കലിന് വരുമ്പോൾ NTT ടെക്നീഷ്യൻ, മെക്കാനിക്കൽ ഡിസൈൻ എഞ്ചിനീയർ, പിന്നെ MEP-യുടെ വേക്കൻസി വരുന്നതാണ് HVAC എന്ന് പറഞ്ഞാൽ HVAC ഇൻസ്റ്റലേഷൻ എഞ്ചിനീയർ ഉണ്ട്, HVAC ഇൻസുലേറ്റേഴ്സ്, HVAC ടെക്നീഷ്യൻസ് വരുന്നുണ്ട്, റെഫ്രിജറേഷൻ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം MEP വേക്കൻസി ആണ്. പിന്നെ ഇലക്ട്രിക്കലിന്റെ സൂപ്പർവൈസറുടെ വേക്കൻസി ഉണ്ട്, ഇലക്ട്രീഷ്യനും ഉണ്ട്, പ്ലംബർ ഉണ്ട്. അതൊക്കെ MEP-യുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഡിസംബർ 6th, 7th, 2024 കൊച്ചിയിൽ വെച്ചിട്ടാണ് ഡയറക്റ്റ് ക്ലയന്റ് ഇന്റർവ്യൂ ഫോർ യൂറോപ്പിലേക്ക്, റൊമാനിയ എന്ന് പറഞ്ഞ ഇപ്പോ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേക്കൻസി ആണ്. ക്ലയന്റ് ഇന്റർവ്യൂ ഉടനെ തന്നെ കൊച്ചിയിൽ നടക്കും. അപ്പോൾ നമുക്ക് അതിന്റെ കാൻഡിഡേറ്റ്സിന് സെലക്ഷൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നിങ്ങൾ CV അയക്കുക. മിനിമം 3 year എക്സ്പീരിയൻസ് വേണം ഈ ഒരു വേക്കൻസിയിലേക്ക്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് MEP സൂപ്പർവൈസർ എന്ന് പറഞ്ഞതാണ്, ബിൽഡിംഗ് കോർഡിനേറ്റർ, MEP സൂപ്പർവൈസർ. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഫയർ, HVAC എല്ലാം അറിയണം. അതുപോലെ തന്നെ പിന്നെ മൾട്ടി ടെക്നീഷ്യൻ ഉണ്ട് MEP. അപ്പൊ അത് ITI. പിന്നെ അടുത്ത വരുന്നത് ഇത് 29/11/2024 കൊച്ചിയിൽ നടക്കുന്ന ഇന്റർവ്യൂ ആണ്. അപ്പൊ ഇവിടെ എഞ്ചിനീയർ വേക്കൻസി ആണ് വരുന്നത്. സൗദിയിലേക്കാണ്. ഫെസിലിറ്റി എഞ്ചിനീയർ, മെയിൻ്റെനൻസിലേക്കുള്ള വേക്കൻസി ആണ് വരുന്നത്. BTech ആണ് ക്വാളിഫിക്കേഷൻ. അതുപോലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഗൾഫ് എക്സ്പീരിയൻസും മസ്റ്റ് ആണ്. MEP ഫെസിലിറ്റി മെയിൻ്റെനൻസിൽ എക്സ്പീരിയൻസും വേണം. പിന്നെ MEP സൂപ്പർവൈസർ എന്നുള്ള വേക്കൻസി ആണ്. അത് BTech ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അറ്റൻഡ് ചെയ്യാം. പിന്നെ മെക്കാനിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞ മെക്കാനിക്കൽ സൂപ്പർവൈസർ ഉണ്ട്, ഇലക്ട്രിക്കൽ സൂപ്പർവൈസറും 4 numbers വെച്ചിട്ട് വേക്കൻസി വരുന്നുണ്ട് MEP ഫീൽഡിൽ തന്നെ. പിന്നെ HVAC മെക്കാനിക്കൽ ടെക്നീഷ്യൻ, HVAC ടെക്നീഷ്യൻ, അങ്ങനത്തെ ടെക്നീഷ്യൻ വേക്കൻസി. അപ്പൊ എഞ്ചിനീയർ വേക്കൻസി ഉണ്ട്, ടെക്നീഷ്യൻ വേക്കൻസി വരുന്നുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് യൂറോപ്യൻ കൺട്രിയിലേക്ക്, റൊമാനിയ എന്ന് പറഞ്ഞ യൂറോപ്യൻ കൺട്രിയിലേക്ക് ഡയറക്റ്റ് ക്ലയന്റ് ഇന്റർവ്യൂ നടക്കുന്നതാണ്. കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് HVAC ഇൻസ്റ്റലേഷൻ എഞ്ചിനീയർ വരുന്നുണ്ട്, AC ടെക്നീഷ്യൻ, റെഫ്രിജറേഷൻ ടെക്നീഷ്യൻ, HVAC ഇൻസുലേറ്റേഴ്സ്, ഡക്ട് ഫാബ്രിക്കേറ്റർ. അപ്പൊ നിങ്ങൾക്ക് മെക്കാനിക്കൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ MEP ഫീൽഡിൽ വരുന്ന HVAC വേക്കൻസി ആണ് ഇതിന്റെ അത് വരുന്നത്. അതുപോലെ ഇലക്ട്രിക്കൽ ഫോർമാൻ, പ്ലംബർ, ഈ വേക്കൻസീസ് ആണ് MEP ഫീൽഡിൽ വരുന്നത്. സോ മെക്കാനിക്കൽ എഞ്ചിനീയർ വേക്കൻസി ഇതിന്റെ അകത്തുണ്ട്. HVAC ഇൻസ്റ്റലേഷൻ, HVAC സിസ്റ്റം, എയർ കണ്ടീഷൻ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റലേഷൻ എഞ്ചിനീയർ, ഫുഡ് അക്കോമഡേഷൻ, ഫുഡ് അലവൻസ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഡയറക്റ്റ് ക്ലയന്റ് ഇന്റർവ്യൂ, യൂറോപ്പിലേക്കുള്ള ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് നടക്കുന്നത്. പിന്നെ അടുത്തത് UAE-ലേക്കുള്ള അർജന്റ് റിക്വയർമെന്റ് ആണ്, ലീഡിംഗ് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക്. ഇതൊക്കെയാണ്. അതുപോലെ നമുക്ക് 8,000 to 50,000 വരെ UAE ദിർഹം സാലറി വരുന്നുണ്ട്. അപ്പൊ നല്ലൊരു സാലറി പാക്കേജ് ആണ് ഈ വേക്കൻസിക്ക് വരുന്നത്. ദെൻ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി കാര്യങ്ങളെല്ലാം വേണം. MS ഓഫീസ്, CAD, അതുപോലെ ക്വാണ്ടിറ്റി സർവേയിങ് സോഫ്റ്റ്വെയർസും അറിഞ്ഞിരിക്കണം. അപ്പൊ അത് സീനിയർ ക്വാണ്ടിറ്റി സർവേ എന്ന് പറഞ്ഞ പൊസിഷൻ ആണ്. പിന്നെ സിവിൽ എസ്റ്റിമേഷൻ എഞ്ചിനീയർ ഉണ്ട്, അത് BTech സിവിൽ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അത് MEP വരുന്നുണ്ട്, സിവിലിന്റെ വേക്കൻസീസും വരുന്നുണ്ട്. QS-ലേക്കാണ് മെയിൻ ആയിട്ട്. പിന്നെ ഇത് നമുക്ക് ആലുവയിൽ തന്നെ ഉള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി ആണ്. 1 to 2 year ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഹോപ്ടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു അസോസിയേറ്റ് കമ്പനിയാണ്, ഫൈൻ ഗ്ലോബൽ HR എന്ന് പറഞ്ഞ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ലൈസൻസ് ഉള്ള റിക്രൂട്ടർ ആണ്. സോ ഇവർക്ക് HVAC ടെക്നീഷ്യൻ, റെഫ്രിജറേഷൻ, AC ടെക്നീഷ്യൻ വേക്കൻസി വരുന്നുണ്ട്. 5,000 സൗദി റിയാൽ സാലറി, നല്ലൊരു സാലറി പാക്കേജ് ആണ് വരുന്നത്. 10 hour per day, 6 days per week, 10 hour per day ആണ് വർക്കിംഗ് അവർ, 6 days per week ആണ്. പിന്നെ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. HVAC ടെക്നീഷ്യന്റെ സ്പ്ലിറ്റ് യൂണിറ്റും സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെയും ടെക്നീഷ്യൻ വേക്കൻസി ആണ്. ഇത് നമുക്ക് TCS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നേക്കുന്നത്. അവിടെ വരുന്ന MEP വേക്കൻസി എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് പ്ലാനിംഗ് എഞ്ചിനീയർ, BTech സിവിൽ മെക്കാനിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിലെ പ്ലാനിങ്, ഡ്യൂറേഷൻ, കോസ്റ്റ് അനാലിസിസ് കാര്യങ്ങളൊക്കെ അതിന് പ്രൈമറി സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ MS പ്രൊജക്ട് പോലെയുള്ള പ്ലാനിംഗ് സോഫ്റ്റ്വെയറും അറിഞ്ഞിരിക്കണം. പിന്നെ ബാക്കിയുള്ള സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, കോർഡിനേഷൻ, അനാലിറ്റിക്സ് സ്കിൽസ് കാര്യങ്ങളൊക്കെ വേണം. പിന്നെ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ, BTech മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ വരുന്നതാണ്. ഇപ്പൊ നമുക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വരുന്ന MEP വേക്കൻസി ആണ് TCS-ലേക്ക്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് വേണ്ട മെയിൻ സ്കിൽസ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യണം. അതുപോലെ
റീഇൻഫോഴ്സ്മെന്റ്, ഫാബ്രിക്കേഷൻ, ഇറക്ഷൻ, സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, ബാർ ബെൻഡിംഗ് ഷെഡ്യൂൾ, അതൊക്കെ സിവിലിന് വരുന്നതാണ്. മാനേജ്മെന്റൽ ഓവർസീ ഡിസൈൻ, ഇൻസ്റ്റലേഷൻ, മെയിൻ്റെനൻസ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം, എൻഷുർ കംപ്ലയൻസ് വിത്ത് സേഫ്റ്റി റെഗുലേഷൻ, അതൊക്കെ MEP വരുന്ന കാര്യങ്ങളാണ്. ദെൻ MEP എഞ്ചിനീയർ, കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ഉണ്ട്, MEP എഞ്ചിനീയർ ഉണ്ട്. MEP എഞ്ചിനീയർ കോർഡിനേറ്റഡ് എക്സിക്യൂട്ട് MEP വർക്ക്സ് ഓൺ സൈറ്റ് ബേസ്ഡ് ഓൺ റിക്വയർമെന്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്ലാനിംഗ് ഷെഡ്യൂൾ, എൻഷുറിംഗ് കംപ്ലയൻസ് വിത്ത് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആർ മെറ്റ് ഫോർ സക്സസ്ഫുൾ പ്രൊജക്ട് കംപ്ലീഷൻ. അങ്ങനെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ QA/QC എഞ്ചിനീയർ വരുന്നുണ്ട്, സിവിൽ മെക്കാനിക്കൽ MEP ഇതിലേക്ക്. പിന്നെ കൺസ്ട്രക്ഷൻ മാനേജർ വരുന്നുണ്ട്, അതിനും സിവിൽ മെക്കാനിക്കലാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. പിന്നെ സേഫ്റ്റി, അത് സിവിൽ മെക്കാനിക്കൽ വിത്ത് നെബോഷ് ക്വാളിഫിക്കേഷൻ. ഇത് സോളാറിലേക്കുള്ള ഒരു വേക്കൻസി ആണ്, സോളാർ കമ്പനിയിലേക്ക്. അത് ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അടുത്ത സൗദിയിലേക്ക് മെയിൻ്റെനൻസിലേക്കുള്ള ഒരു വേക്കൻസി ആണ്. സോ അതിന്റെ MEP വേക്കൻസീസ് വരുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി വരുന്നുണ്ട്, ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി വരുന്നുണ്ട്, ദെൻ HVAC എഞ്ചിനീയർ മാത്രമായിട്ടുണ്ട്, കൺട്രോൾ സിസ്റ്റം HVAC എഞ്ചിനീയർ, ദെൻ BMS ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എഞ്ചിനീയർ വരുന്നുണ്ട്, ഫെസിലിറ്റി എഞ്ചിനീയർ വരുന്നുണ്ട്. അപ്പൊ ഈ വേക്കൻസീസ് എല്ലാം വരുന്ന MEP ഫീൽഡിലേക്ക് ആണ്, മെയിൻ്റെനൻസിലേക്കാണ് ഈ ഇന്റർവ്യൂ നടക്കുന്നത്. ഇമ്മീഡിയറ്റ് ഡിപ്പാർച്ചർ ആണ് ഇത്. ക്ലയന്റ് ഇന്റർവ്യൂ 20 നവംബർ കഴിഞ്ഞതാണ്. സിവിൽ സർവേയർ, ക്വാണ്ടിറ്റി സർവേയർ, അസിസ്റ്റന്റ് പ്ലാനിംഗ് എഞ്ചിനീയർ, ഈ വേക്കൻസീസ് ഒക്കെയാണ് ഇതിന്റെ അത് വരുന്നത്. പിന്നെ ഷട്ട് ഡൗൺ പ്രോജക്റ്റിലേക്ക് NDT ടെക്നീഷ്യൻ വരുന്നുണ്ട്. പിന്നെ പൈപ്പിംഗ് മെക്കാനിക്കൽ ഇൻസ്പെക്ടേഴ്സ്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് ഇൻസ്പെക്ടേഴ്സ്, സീനിയർ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ, മെക്കാനിക്കൽ ആൻഡ് പൈപ്പിംഗിലേക്ക്, അങ്ങനെയുള്ള വേക്കൻസീസ് ആണ് ഷട്ട് ഡൗൺ പ്രോജക്റ്റിലേക്ക് വരുന്നത്. എയർപോർട്ട് മെയിൻ്റെനൻസിലേക്കുള്ളതാണ്. ഇതും കഴിഞ്ഞ ഇന്റർവ്യൂ ആണ്. ഇതിന്റെ സൂപ്പർവൈസേഴ്സ് HVAC MEP സൂപ്പർവൈസർ, പ്ലംബിംഗ് സൂപ്പർവൈസർ, അങ്ങനെയുള്ള MEP സൂപ്പർവൈസർ പൊസിഷനിലേക്കുള്ള വേക്കൻസീസ് ആണ്. ഇത് 28 നവംബർ കൊച്ചിയിൽ വെച്ചിട്ട് നടക്കുന്ന ഇന്റർവ്യൂ ആണ്. അപ്പൊ ഇതിന്റെ അത് പ്ലാനിങ്ങിലേക്കാണ് കൂടുതലും വേക്കൻസീസ് വരുന്നത്. സിവില്, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, മെക്കാനിക്കൽ, പൈപ്പിംഗ്, ഇങ്ങനെ പ്ലാനിങ് സോഫ്റ്റ്വെയർ, പ്രൈമറി പോലെയുള്ള പ്ലാനിങ് കോഴ്സസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പഠിച്ച ആ ഫീൽഡിൽ നമുക്ക് കരിയർ ഡെവലപ്പ് ചെയ്ത ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. പിന്നെ QC ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, സിവിൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, പെയിന്റിംഗ്, പൈപ്പിംഗ്, സ്ട്രക്ചറൽ, അങ്ങനെ വെൽഡിംഗ് സൂപ്പർവൈസർ ഉണ്ട്, സിവിൽ ഉണ്ട്, പെയിന്റിംഗ്, പൈപ്പിംഗ്, പ്രൊക്യൂർമെന്റ് ഉണ്ട്. അങ്ങനെ മെയിൻ ആയിട്ടും ഈ ഇൻസ്പെക്ഷനിലേക്കും പ്ലാനിങ്ങിലേക്കുമാണ് ഈ വേക്കൻസീസ് വരുന്നത്. സോ പിന്നെ കൺസ്ട്രക്ഷൻ മാനേജർ ഉണ്ട്, സൂപ്രണ്ടന്റ് ഉണ്ട്, സിവിൽ, ഇങ്ങനത്തെ സൈറ്റ് ഇൻചാർജ്, ഇങ്ങനത്തെ മേജർ വേക്കൻസീസ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് QC ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ പ്ലാനിംഗ് വേക്കൻസീസ് ആണ് വരുന്നത്. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ക്ലയന്റ് ഇന്റർവ്യൂ 28 നവംബർ കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഇത് സൗദിയിലേക്കുള്ള ഒരു വേക്കൻസി ആണ്, റാപ്പിഡ് ബസ് ട്രാൻസിറ്റ് സിസ്റ്റം സൗദി അറേബ്യയിലേക്ക്. ഇതിന്റെ അകത്ത് വരുന്നത് MEP വേക്കൻസീസ്, HVAC എഞ്ചിനീയർ വരുന്നുണ്ട്, HVAC ഫോർമാൻ വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഫോർമാൻ വരുന്നുണ്ട്, QA/QC ഇൻസ്പെക്ടർ വരുന്നുണ്ട്, BMS ടെക്നീഷ്യൻ വരുന്നുണ്ട്, BMS സ്കാഡ എഞ്ചിനീയർ വരുന്നുണ്ട്, ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ അത് MEP വരുന്ന വേക്കൻസി ആണ്. ഫുഡ് അലവൻസ്, അക്കോമഡേഷൻ ഇതെല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അടുത്ത് വരുന്നത് ഒമാനിലേക്കുള്ള ഒരു വേക്കൻസിയാണ്, MEP വേക്കൻസീസ്. BE ഡിപ്ലോമ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതിനകത്ത് നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഷോപ്പ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുക, ആസ്പിൾ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുക. അത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഡ്രോയിങ് ആണ് ഡിസൈൻ ഡ്രോയിങ്, അത് കൺസൾട്ടന്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ഡ്രോയിങ് ചെയ്തെടുക്കുന്ന ഡ്രോയിങ്ങിനാണ് ഷോപ്പ് ഡ്രോയിങ് എന്ന് പറയുന്നത്, കോൺട്രാക്ടർ ചെയ്യുന്ന ഡ്രോയിങ് ആണ്. പിന്നെ നമ്മൾ വർക്ക് തീർന്നു കഴിയുമ്പോൾ എങ്ങനെയാണോ വർക്ക് എക്സിക്യൂട്ട് ചെയ്തേക്കണേ അതനുസരിച്ചിട്ട് ചെയ്യുന്ന ഡ്രോയിങ് ആണ് ആസ്പിൾ ഡ്രോയിങ്. അപ്പൊ അങ്ങനത്തെ ഡ്രോയിങ്സ് ചെയ്യുക. BOQ ബിൽ ഓഫ് ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്യുക ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ ടെൻഡറിങ് ഡോക്യുമെന്റ്സുകൾ കാര്യങ്ങൾ ചെയ്യുക. മെറ്റീരിയൽ അപ്രൂവൽ ഷീറ്റ്, പുതിയ മെറ്റീരിയൽസുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ MAS മെറ്റീരിയൽ അപ്രൂവൽ ഷീറ്റ്, അതിന്റെ സബ്മിഷൻ, ഫോളോ അപ്പ്, അതിന്റെ അപ്രൂവൽ കിട്ടാനുള്ള ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്യുക. Keeping tabs on project execution at site from site supervisor and by site visit with the team. ഈ കാര്യങ്ങളൊക്കെയാണ് കൃത്യമായിട്ട് ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സിംഗിൾ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ അത് വരുന്നത്. സോ ഇങ്ങനെ ഉള്ള MEP വേക്കൻസീസ് നമുക്ക് MEP ഫീൽഡിൽ അവൈലബിൾ ആണ്. ഡിസൈനിലേക്കും സൈറ്റിലേക്കും മെയിൻ്റനൻസിലേക്കും നമുക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ MEP ഫീൽഡിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പേജ് ലൈക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങൾ പുതിയ അപ്ഡേറ്റ്സും വേക്കൻസി അപ്ഡേറ്റ്സ് ഒക്കെ ഇതിനകത്ത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും.